ഇല്ലാതെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂസ് മൊത്തം അതാണ് പറഞ്ഞത്. ന്യൂസ് മൊത്തം അതാണ് സംഭവം. ഞാൻ ന്യൂസ് നോക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇലക്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ? അതേപോലെ ഇല്ലാടല്ലേ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുകേഷ് ഇത്ര ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സിദ്ദിഖ് ഇത്ര ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, മണിമുള്ള രാജ ഇത്ര ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടിട്ട് ന്യൂസ് കേരളം വന്നുകൊണ്ടേയിരിക്കില്ല. കണ്ടു കോമഡി പോലെയൊക്കെ ഉണ്ടാവും സത്യം പറഞ്ഞ. ഒരു മിനിറ്റിലാണ് കണ്ടു കഴിഞ്ഞാൽ കോമഡി പോലെയൊക്കെ ഉണ്ടായില്ല. സംഭവം അതാണ്. എന്താ വെച്ചാൽ ഞാൻ ന്യൂസ് കൂടെ പ്ലേ ചെയ്യട്ടെ. എന്താ വെച്ചാൽ ഇതുവരെ വന്ന ആരോപണങ്ങൾ എത്രയൊക്കെ ആരോപണങ്ങളുണ്ട്, എന്താണ് ഒരു ലിസ്റ്റ് വന്ന പോലെ ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ ഇത്ര പേര് ആരോപണം പറഞ്ഞു ഈ നടനെ കുറിച്ച്, അല്ലെങ്കിൽ ഇത്ര പേര് ഈ സംഭവം ആളെ കുറിച്ച് ഇത്ര പറഞ്ഞു എന്നുള്ളത് ന്യൂസ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ. നടനും MLA-യുമായ മുകേഷ് ഇതുവരെ 2 പേർ മുകേഷിനെതിരെ രംഗത്തെത്തി. ടെലിവിഷൻ പ്രവർത്തക ടെസ് ജോസഫ് മുന്നേ ഉന്നയിച്ച ആരോപണം ഇന്നലെ വീണ്ടും ഉറപ്പിച്ചു. ഇന്ന് നടിയായ മിനു മുനീർ രംഗത്തെത്തുന്നു. 2 അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു. ഇതുവരെ 2 പേർ ഇടവേള ബാബുവിനെതിരെ രംഗത്ത്. ആദ്യം ആരോപണം ഉന്നയിച്ചത് ജൂബിത ആണ്ടി എന്ന ചലച്ചിത്ര പ്രവർത്തക. ഇന്ന് മീനു മുനീറും. ഈ പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. 3 നടൻ സിദ്ദിഖ്. മുന്നേ ആരോപണം ഉന്നയിച്ച യുവനടി രേവതി സമ്പത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ആരോപണം ആവർത്തിച്ച് ശക്തമായി രംഗത്തെത്തി. പോക്സോ ആരോപണവും സിദ്ദിഖ് നേരിടുന്നു. 4 ജയസൂര്യ. നടി മിനി മുനീറാണ് ഇന്ന് ജയസൂര്യക്കെതിരെ രംഗത്തെത്തിയത്. ജയസൂര്യക്കെതിരെ കടുത്ത ആരോപണമാണുള്ളത്. ഈ ആരോപണങ്ങളിലേക്ക് നമുക്ക് ഈ ഭാഗത്തിന് ശേഷം വിശദമായി എത്താം. മണിയമ്പിള്ള രാജു. നടി മീനു മുനീർ തന്നെയാണ് മണിയമ്പിള്ള രാജുവിനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നത്. 6 ബാബുരാജ്. നടൻ ബാബുരാജിനെതിരെ പീഡനാരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റാണ് ഇന്ന് രംഗത്തെത്തിയത്. ഇതേ നടി സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും രംഗത്തെത്തിയിരിക്കുന്നു. 8 തുളസിദാസ്. സംവിധായകൻ തുളസിദാസിനെതിരെ നടി ഗീതാ വിജയനും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകയുമാണ് രംഗത്തെത്തിയത്. 2 വെളിപ്പെടുത്തലും ഇന്നാണ് പുറത്തു വന്നത്. 9 സംവിധായകൻ രഞ്ജിത്ത്. ബംഗാൾ നടി ശ്രീലേഖ മിത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രഞ്ജിത്തിന്റെ പേര് വെളിപ്പെടുത്തി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. 10 റിയാസ് ഖാൻ. യുവനടി രേവതി സമ്പത്താണ് റിയാസ് ഖാനെതിരെ രംഗത്തെത്തിയത്. 11 അലൻസിയറിനെതിരെ നടി ദിവ്യ ഗോപിനാഥ് മുൻപ് ഉയർത്തിയ പരാതി വീണ്ടും ആവർത്തിച്ചു. തീർന്നില്ല. അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ മീനു മുനീർ തന്നെ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഓരോ പരാതികളും വിശദമായി കടക്കുകയും. അപ്പൊ അതാണ് ഇല്ലാടല്ല 11 പേര്, മനസ്സിലായില്ലേ? 11 പേർക്കെതിരെയാണ് രംഗത്ത് വന്നത്. 11 പേർക്കെതിരെ ഒരേ നടി തന്നെ ചിലർ വന്നിട്ടുണ്ട്, ചിലർ വേറെ നടിമാർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഇല്ലാടല്ലോ, കുറെ എന്ന് പറഞ്ഞാൽ കുറെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ 2 പേര് രംഗത്ത് വന്നു, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ 3 പേര് രംഗത്ത് വന്നു, മറ്റൊരാൾക്കെതിരെ ഒരാൾ രംഗത്ത് വന്നു, പിന്നെ സംവിധായകനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ 10-11 പേര് ഇല്ലാടല്ലേ. ഇതെന്തോന്നും ഇല്ലാടല്ലോ. നമുക്ക് മലയാള സിനിമയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണേ ഇല്ലാടല്ലേ. ലജ്ജാതി പോക്ക പോകണം. പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുക, മനസ്സിലായില്ലേ? ഇതാണല്ലോ നമ്മൾ അന്ന് എന്ത് ചെയ്തു. നമ്മൾ ആപത്ത് കാലത്ത് എന്താണ് കാപത്ത് വെച്ചാൽ അല്ല എന്തോ അങ്ങനെ എന്തോ വെച്ചാൽ നമുക്ക് ആപത്ത് കാലത്ത് കിട്ടുന്ന ഒരു പഴഞ്ചൊല്ലി ഇരിക്കില്ലാടില്ല. അതുപോലെ അന്നെന്തോ ഇവരൊക്കെ വെച്ചു വെച്ചപ്പോൾ ഇപ്പൊ കിട്ടി. ഇവർക്ക് കണക്കിന് കിട്ടിയില്ല. സത്യം പറയുമല്ലോ, ഇമാതിരി ഒരു കിട്ടലാന്ന് പറയാൻ പറ്റില്ല. അവർ ഏഷ്യനെറ്റ് ന്യൂസ് ആണെങ്കിലാണ് ഈ ന്യൂസ് അവതരിപ്പിച്ചത്. എന്താ ചോദിച്ചാൽ അതിന്റെ ക്യാപ്ഷൻ എന്താണ്? ഓരോ മണിക്കൂറിലും എന്നപ്പോൾ വെളിപ്പെടുത്തുന്ന ഓരോരോ പേരുകൾ ഇല്ലടല്ലേ. ഓരോ മണിക്കൂറിൽ ഇല്ലട, മനസ്സിലല്ലേ? ഇപ്പോൾ വോട്ട് കൂടുന്നതനുസരിച്ച് വോട്ട് ഇങ്ങനെ ഓരോന്ന് കൂടില്ലേ, അതുപോലെ ഓരോ മണിക്കൂറാകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പുറത്തു വരികയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരിൽ പുറത്തു വരികയാണ് വേണ്ടിയിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ലെവൽ സാധനം. ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് അതിൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓഹോ എന്നൊരു ഫീൽ വരും കേട്ടല്ലേ. ഇപ്പൊ 11 പേർക്കെതിരെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനിയും വീണ്ടും കാര്യം പറയല്ലോ. എന്താ വെച്ചാൽ ഓരോരുത്തരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നടൻ എന്നെ പീഡിപ്പിച്ചു, ഈ നടൻ എന്നെ പീഡിപ്പിച്ചു, അന്ന് കഥവിൽ മുട്ടി, അന്ന് ഇതിൽ മുട്ടി എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സംഭവം ഇനിയും കൂട്ടുകയില്ല, ഇനിയും കൂട്ടുക്കും പറഞ്ഞാൽ ഇനിയും കൂട്ടുക്കും. വേണ്ട ആൾക്കാർ കൂട്ടുക്കും, വേണമെങ്കിൽ നോക്കിയല്ലേ. അപ്പൊ അതേ പറയാനുള്ള വേറെ ഒന്നുമില്ല. അപ്പൊ ഇനി ബാക്കി അത് ന്യൂസ് നമുക്ക് തെറ്റ് പഠിക്കാം. ഇപ്പൊ ഓരോരുത്തർ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇനി മുന്നേറി അവസാനം എവിടെ അവർ എത്തുന്ന എനിക്കറിയില്ല. ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ മുന്നേറി നിൽക്കും. നമുക്കത് ലാസ്റ്റ് സമയത്ത് വരയില്ലല്ലേ. അത്ര